പറയുന്നത് ഈ ഞങ്ങളുടെയൊക്കെ വിചാരത്തിലുള്ള എത്തിക്കൽ റിലീജിയസ് നന്മയല്ല, സിനിമാറ്റിക് ആയിട്ടുള്ള നന്മ. നല്ല സിനിമകൾ ചെയ്യുവാനായിട്ട് അത് കൊമേഴ്സ്യലായിട്ടും ഗ്രമാറ്റിക്കലായിട്ടും, അതായത് അക്കാഡമിക്കലായിട്ടും കൊമേഴ്സ്യലായിട്ടും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരുപടി നല്ല സംവിധായകരും ആക്ടേഴ്സും പ്രൊഫഷണൽസും എല്ലാം ഉണ്ടായി വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു അക്കാഡമി തുടങ്ങിയത്, ചാവറ ഫിലിം സ്കൂൾ തുടങ്ങിയത്. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പ്രജേഷ് സാറ്, നിങ്ങൾക്കറിയാലോ അല്ലെ, ക്യാപ്റ്റൻ വെള്ളം, എത്രയോ സിനിമകളാണ്. അദ്ദേഹമാണ് അക്കാഡമിക് ഹെഡ്. ഞാനതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ്. വൺസിനെ വൈൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾ മാത്രമാണ്. ഞാൻ അടുത്ത സിനിമ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ സിനിമയിൽ എന്നെ ആകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടണം. ഡയറക്റ്റ് നമ്മളിത് പഠിക്കുമ്പോൾ വെറുതെ ക്യാമറ ഇതാണ് അല്ലെങ്കിൽ ഫ്രെയിം ഇതാണെന്ന് പറയാതെ ഡയറക്റ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടുകൂടി പഠിക്കണം. അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്നവരെ മാത്രം ആഗ്രഹിച്ച് തന്നെ ഒരു ബാച്ചിലേക്ക്, ഡയറക്ഷൻ്റെ ഒരു ബാച്ച് എന്ന് പറയുന്ന ഡയറക്ഷൻ വിത്ത് എഡിറ്റിംഗ്, ഡയറക്ഷൻ വിത്ത് സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ വിത്ത് സ്ക്രിപ്റ്റിംഗ്. അതിൻ്റെ കാരണം അതൊക്കെ ഞാൻ ഡിവൈസ് ചെയ്തെടുത്തതാണ്. അങ്ങനെ വേണമെന്ന് വിചാരിച്ചു തന്നെ. കാരണം നമ്മൾ ഡയറക്ഷൻ പഠിച്ചിട്ട് കുറേ തേരാപ്പേര നടപ്പുണ്ട്. ഞാൻ തന്നെ ഒരു 6 വർഷം കാലുവെന്ത് നടന്നു, ഒന്നും കിട്ടിയില്ല. ആരാണ് എന്നെ പോലെ ഒരാൾക്ക് ആരാണ് പ്രൊഡ്യൂസറെ തരിക? അല്ലാത്തവർക്ക് കിട്ടുന്നില്ല, അപ്പോൾ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങും, എന്തുവാടെ പരിപാടി, 10 പൈസയുടെ ഉപകാരമില്ലാണ്ട് നടക്കുകയാണല്ലോ എന്ന് പറയും. അതെന്നോടും സഭയിലെ അധികാരികൾ ചോദിച്ചു, എന്തുകൂടി അച്ഛനാക്കിയിട്ട് 16 വർഷമായല്ലോ, ഒന്നുമില്ലെന്ന് ചോദിച്ച അവസരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി നിർബന്ധമായിട്ടും ഡയറക്ഷൻ വിത്ത് സിനിമാറ്റോഗ്രഫിയോ ഡയറക്ഷൻ വിത്ത് എഡിറ്റിങ്ങോ ഡയറക്ഷൻ വിത്ത് സ്ക്രിപ്റ്റിങ്ങോ പഠിക്കുക. അതിൻ്റെ കാരണം സിനിമാറ്റോഗ്രാഫർ ടേൺഡ് ഡയറക്ടറായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഇഷ്ടം പോലെ. എഡിറ്റർ ടേൺഡ് ഡയറക്ടറായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെ തന്നെയുണ്ട്. നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ ടേൺഡ് ഡയറക്ടർ ആകുന്നത് നമ്മളുടെ പാരമ്പര്യമാണ്, ലോക സിനിമയുടെ പാരമ്പര്യമാണ്. അതിൻ്റെ കാരണം സിനിമയെ അറിയുന്ന ഡയറക്ടറെ പോലെ തന്നെ, ഡയറക്ടറോടൊപ്പം തന്നെയോ ഡയറക്ടറോട് ചേർന്ന് നിന്ന് സിനിമയെ നിർമ്മിച്ചെടുക്കുന്ന പ്രധാന വ്യക്തികളായതുകൊണ്ട് അവർക്ക് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 സെക്ഷനെ നമ്മൾ ചേർത്ത് വെച്ചതിൻ്റെ കാര്യം, ഡയറക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് സിനിമാറ്റോഗ്രഫി ചെയ്ത് നന്നായി പഠിച്ച് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ എന്ന് പറഞ്ഞ പാഷനിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എഡിറ്ററിൽ നിന്ന് ഡയറക്ഷൻ പാഷനിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഡയറക്ഷൻ കോഴ്സിനെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ചാവറ ഫിലിം സ്കൂളിൻ്റെ ഒരു ക്യാച്ച് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിലും, ക്രാഫ്റ്റിന്റെ 2nd എഡിഷനാണിത്. അത് പ്രജേഷ് സാർ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ വലിയ വിഷനോട് കൂടിയാണ് ക്രാഫ്റ്റിനെ ഡിവൈസ് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷനിങ് ആണ്. ഒരു ഫിലിം ടെക്നോളജി റിസർച്ച് അക്കാദമി ആയിട്ട് മാറുകയാണ്. അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ ഫിലിം സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ കാണാം, പഴയ അവിടെ 60 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ക്യാമറ വെച്ചിട്ടുണ്ട്, 8mm റീലിൽ ഓടുന്നത്. ഇപ്പോഴേ 16mm വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാനായിട്ടൊരു പാഷൻ ഉണ്ടാകുക. ഇതിന് മുമ്പുണ്ടായിരുന്ന ക്യാമറ എക്യുപ്മെന്റ്സ്, ഇതൊക്കെ അറിയാനായിട്ടൊരു പാഷൻ. സിനിമ എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ത്രില്ലടിക്കുന്നത് മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ എവരി നുക്ക് ആൻഡ് കോർണർ അറിയുന്നതാണ്. അത് നമുക്ക് അറിയണമെങ്കിൽ അതിനോടൊരു പാഷൻ ഉണ്ടാവണം, ടേസ്റ്റ് ഉണ്ടാവും. ഒരു ക്യാമറ കാണുമ്പോൾ നോക്കി നിൽക്കണം. ഞാൻ ഒരുപാട് തവണ സിനിമ പഠിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല, നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഇപ്പോൾ കൊച്ചിയിൽ ആരും നോക്കി നിൽക്കുന്നില്ല, ഇത് സ്ഥിരം സംഭവമായതുകൊണ്ട്. മലബാറിലാണ് എല്ലാവരും നോക്കി നിൽക്കും, കാരണം ഷൂട്ടിങ് അത്ര ഫ്രീക്വൻ്റ് അല്ല. ഇപ്പോൾ കാസർഗോഡ് സൈഡിലേക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന് അതിനോടൊരു പാഷൻ ഉണ്ടാവണം. ആ പാഷൻ നമ്മുടെ ഉള്ളിൽ ഇഗ്നൈറ്റ് ചെയ്യുന്ന. അപ്പോൾ ആ ക്യാപ്ഷൻ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല. ചാവറ ഫിലിം സ്കൂളിൻ്റെ അടിയിൽ എഴുതി വരുന്നുണ്ട്, ഒരു ക്യാപ്ഷൻ ഉണ്ട്. ആർക്കും കിട്ടിയില്ല അല്ലേ? ഇൻസൈഡ് ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ്. ഇത് വ്യാജ മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. 1 വർഷം 6-7 മാസം ആലോചിച്ച് ശരിക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ക്യാപ്ഷനിങ് ചെയ്തത്. എൻഹാൻസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽസ് ടു ദ സെലസ്റ്റിയൽ ഫിയർ എന്നായിരുന്നു ആദ്യം. അതിനെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കിയിട്ട് ഇൻസൈഡ് ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ്. ഇവിടെ സിനിമ ആരും പഠിപ്പിക്കില്ല, ഉറപ്പായിട്ടും. സിനിമ നമ്മൾ പുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾക്ക്
കുത്തിയിട്ട് തരില്ല. തന്നെ പഠിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ക്രിയേറ്റീവ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളിങ്ങോട്ട് വന്നത്. സിനിമയുടെ ഏതോ പാർട്ടിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഏതോ ഒരു പ്രേരണയുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വന്നത്. പക്ഷേ അതിനെ ഇഗ്നൈറ്റ് ചെയ്ത് നിങ്ങളുടേതാക്കേണ്ടത് ഇൻസൈഡ് ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ്. നമ്മളുടെ പേര് എന്തുകൊണ്ടാണ് സഞ്ജു വളരെ രസകരമായിട്ട്, കപ്പിന്റെ ഡയറക്ടർ സഞ്ജുവിന്റെ ഗൈഡൻസിലാണ് നമ്മൾ ആ സിനിമയുടെ ചരിത്രം പറയുന്ന ആ വീഡിയോ ചെയ്ത് അതിൽ അവസാന ഭാഗത്ത് എത്ര ടൈറ്റിലുകളാണ് കയറുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ടൈറ്റിലുകൾ കയറി വരുമ്പോൾ എപ്പോഴാണ് ഒരു ഡയറക്ടറുടെ ആന്തൽ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മളുടെ ടൈറ്റിൽ കാർഡ് വെള്ളിയാഴ്ച എഴുതി വരുമ്പോൾ. ഇപ്പോഴും വെള്ളിയാഴ്ചയാണ് സിനിമ. അപ്പോൾ നമ്മളുടെ പേരുകൾ എഴുതപ്പെടുകയാണ്. ഇൻസൈഡ് ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ് എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള അസാമാന്യ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് ഞാൻ നിങ്ങളും ഒക്കെ. എന്നെപ്പോലെ ഒരാൾക്ക് സിനിമ ചെയ്യാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. എത്ര ലിമിറ്റേഷനെ മറികടന്നിട്ടാണ് ഞാൻ സിനിമ ചെയ്തത്. അങ്ങനെയെങ്കിൽ സിനിമ ചെയ്യാൻ എളുപ്പമൊന്നുമല്ല, ഭയങ്കര ടഫ് ഗെയിമാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ മാത്രം, എൻ്റെ പാഷനാണെങ്കിൽ മാത്രം, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ മാത്രം. നമ്മളാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്, മറ്റാരുമല്ല. എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കണം, സിനിമയിൽ ഞാൻ എന്താകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പാഷൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഇത് എത്ര പഠിച്ചാലും അവിടെ എത്തില്ല. എത്ര പഠിച്ചാലും. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ 16 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഡിപ്ലോമ ചെയ്തത് 2 പേരാണ്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയത് ഞാൻ മാത്രമാണ്. ഞാൻ 2 സിനിമ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും എൻ്റെ ഒപ്പമുള്ള ആൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിൽ പുള്ളി അടുത്ത വർഷം സിനിമ ചെയ്യും. അപ്പൊ അത്ര എളുപ്പമല്ല. ഈ പാഷനെ കീപ്പ് ചെയ്ത് ഇത് വെയിൽ കൊണ്ട് നന്നായിട്ട് പണിയെടുത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സിനിമ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ക്രൂവും ആളുകളും പ്രൊഫഷണൽസും നമ്മളതിന് എന്തെല്ലാം ഹോംവർക്ക് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസൈഡ് ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ് എന്ന് പറയുന്ന മോട്ടിവേഷനിലേക്ക്, സിനിമ എന്ന് പറയുന്ന മോട്ടിവേഷനിലേക്ക് തന്നെ പ്ലേസ് ചെയ്തെടുത്ത് നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് സിനിമ. ആ രീതിയിൽ പഠിക്കാനും അറിയുവാനുമായിട്ടാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ചാവറ ഫിലിം സ്കൂളിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ സിനിമയെ പാഷനോടെ സ്നേഹിക്കണം. നമ്മളുടെ ക്ലാസ്സുകൾ ഇവിടെ റെഗുലർ ക്ലാസ് എന്ന് പറയുന്നത് തിങ്കൾ ടു സാറ്റർഡേ ആണ്. 1.5 വർഷമാണ് നമ്മുടെ കോഴ്സ്. 16 മാസമാണ് ഡയറക്ഷന്റെ കോഴ്സ്. മറ്റു കോഴ്സുകളൊക്കെ 6 മാസത്തെ കോഴ്സുകളാണ്. അതിന്റെ കാരണം ഞാൻ പറയാറുണ്ട്, സൺഡേയിലും സിനിമ തിന്നണം. നമ്മൾ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോകുന്നവർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ തിന്നുന്ന അത്രയും പാഷനുണ്ട്. ഇവിടെ സന്തോഷ് സാറിൻ്റെ ഒരു ക്യാപ്ഷൻ ആ വീട് പറഞ്ഞു, ഷോട്ട് എടുക്കുമ്പോൾ അതിനകത്ത് മണം വരണം ഇല്ല, അങ്ങനെ അതെന്തൊരു പാഷനാണ്. എന്തെങ്കിലും സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. കുഞ്ഞു പിള്ളേരുടെ കൂട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയുടെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ 4-5 ദിവസം ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കിറങ്ങാൻ, കാണുന്ന കുഞ്ഞു ചപ്പൊക്കെ പറിച്ച് അദ്ദേഹം അതിനൊക്കെ കാണുന്ന രീതി വേറെയാണ്. നല്ലൊരു നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫർ കാഴ്ച കാണുന്ന, നമ്മൾ അതേ കാണുന്ന കാഴ്ച തന്നെ അദ്ദേഹം കാണുന്ന എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത ഒരാളാണ്, പ്രൊഫൈല് എക്സിക്യൂട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ സൺഡേയിലും സിനിമയിൽ 24/7 സിനിമയിലേക്ക് 1 വർഷം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. ഷുവർലി യു വിൽ ബി ഇൻ ദ ഇൻഡസ്ട്രി. അത് വേറെ ആരും കൊണ്ടുവന്നില്ല, ഇൻഡസ്ട്രിയിൽ വരുന്നതിനല്ല, നിങ്ങൾ എത്തിയിരിക്കും. നമ്മൾ അതുപോലെ ഡെഡിക്കേറ്റ് ചെയ്ത് പാഷനേറ്റ്ലി വർക്ക് ചെയ്താൽ ഷവറിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം നമുക്ക് അനാർഡി ഓഫ് പ്രൊഫഷണൽസ് നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളെ മെന്റർ ചെയ്യുവാൻ, അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എക്സ്പോഷർ നൽകിക്കൊണ്ട് നമ്മൾ വളർത്തുവാനായിട്ട് അവരുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞാൻ ഇനി അധികം നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ അതർ പ്രസന്റ് ആയിട്ടുള്ള ചാവറയിലെ ടീം അംഗങ്ങൾ സംസാരിക്കുന്നതാണ്. എന്നെ ശ്രമിച്ച കേട്ട എല്ലാവർക്കും നന്ദി, സ്നേഹം. ഒരിക്കൽ കൂടി ചാവറയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ചാവറ ഫിലിം സ്കൂളിന്റെ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പാണ് നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു ഫാദർ. അടുത്തതായിട്ട് നമ്മുടെ അക്കാഡമിക് ഹെഡും നമുക്കെല്ലാവരും ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അടുത്തതായി വരാൻ പോകുന്ന പ്രജീഷ് സെന്റെ സംസാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം പ്രജീഷ് സെൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം.
അപ്പോൾ എല്ലാവരെയും ചവറ ഫിലിം സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാദർ പറഞ്ഞ അതിൽ നിന്ന് തുടങ്ങാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് നമ്മളെ എല്ലാവരും എത്തിച്ചത്. അപ്പോൾ അദ്ദേഹം ഞാനിവിടെ ജോയിൻ ആവുമ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല സിനിമ പഠിക്കാനുള്ള ഒരു സ്ഥാപനം ആക്കി മാറ്റണം ഇത്. അതുമാത്രമാണ്, വേറൊരു ഉപാധികളുമില്ലാതെ സിനിമ മാത്രം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ലോകം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ്. ആ ശ്രമത്തിന് ഈ സംവിധാനങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഞങ്ങളുടെ ഈ ടീം ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നാണ് ആദ്യം പറയാനുള്ളത്.